സാംസ്കാരിക പഠനം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു രീതി പദ്ധതിയോ അന്വേഷണ മേഖലയോ മലയാളത്തിൽ രൂപപ്പെടാനിടയായ സന്ദർഭത്തെ സാഹിത്യ വിമർശനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടൊന്ന് നിർദ്ധരിക്കാനാണ് ഈ പേപ്പർ ശ്രമിക്കുന്നത്. അത് കാര്യകാരണ ബന്ധത്തിലേക്ക് പോവല്ല, എന്ന കാരണം കൊണ്ട് ഈ കാര്യം ഉണ്ടായി എന്ന ലോജിക്കൽ റീസണിങ് അല്ല, മറിച്ച് പല ഘടകങ്ങളിലൊന്ന്, സംസ്കാര പഠനം കേരളത്തിൽ രൂപപ്പെട്ട് വരാനിടയായ പല ഘടകങ്ങളിലൊന്ന് ഒരു പക്ഷേ ഇതായിരിക്കാം എന്നൊരു വാദം മുന്നോട്ട് വെക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എന്താ പറയുക, ചെറിയൊരു കാര്യം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് വിശദാംശങ്ങളിലേക്കൊന്നും സഞ്ചരിക്കാൻ സമയവും നമ്മെ അനുവദിക്കുന്നില്ല, അങ്ങനെ സഞ്ചരിക്കാൻ ഈ പേപ്പർ ഉദ്യമിക്കുന്നുമില്ല. പൊതുവെ സംസ്കാര പഠനത്തെക്കുറിച്ച് അത് വന്ന കാലം തൊട്ട് ഇന്ന് വരെ നിലനിൽക്കുന്ന പ്രധാന വിമർശനങ്ങളിലൊന്ന് ഇതൊരു പാശ്ചാത്യ ഇറക്കുമതിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും ആ വിമർശനം സജീവമായി നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ സർവകലാശാലകളുടെയൊക്കെ സിലബസ് പരിശോധിച്ച് നോക്കിയാലും ആ സിലബസ് നമ്മോട് അങ്ങനെ ഒന്ന് പറയുന്നത് പോലെ തോന്നും. അതല്ല ഇപ്പോഴും തുടങ്ങുക ക്രിട്ടിക്കൽ തിയറിയിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രാങ്ക്ഫർട്ട് ചിന്തകരിൽ നിന്നോ ബർമിംഗ്ഹാം ചിന്തകരിൽ നിന്നോ CCSലേക്കോ ഒക്കെ വന്നിട്ട് അതിൻ്റെ ഒരു സൈദ്ധാന്തിക ചുറ്റുവട്ടങ്ങൾ പരിചയപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷമാണ് സംസ്കാര പഠനത്തിൻ്റെ മലയാള മാതൃകകൾ ചിലത് അതിൽ വെക്കുകയും ചെയ്യുന്നത്. നമ്മുടെ സിലബസ് നിർമ്മാണത്തിൻ്റെ ഒരു പരിമിതി കൂടി അതിനകത്തുണ്ട് എങ്കിലും ആ സിലബസുകളെല്ലാം നമ്മോട് പറയുന്നത് പൊതുവെ ഒരു ഇറക്കുമതിയാണ് സാംസ്കാരിക പഠനം എന്ന ഒരു പ്രസ്താവന കൂടി അത് പരോക്ഷമായി പറയുന്നുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ കേവലമായൊരു ഇറക്കുമതിയാണോ സാംസ്കാരിക പഠനം? ഇറക്കുമതി ചെയ്യപ്പെടുന്നവയ്ക്ക് പശ്ചാത്തലമായി അല്ലെങ്കിൽ അങ്ങനെ ഇറക്കുമതി ചെയ്യപ്പെടുന്ന ഏതൊരു ആശയത്തിനും ഏതോ നിലയിൽ ഇവിടെ പ്രവർത്തനശേഷി ഉണ്ട് എന്നതുകൊണ്ട് മാത്രമായിരിക്കണം അത് വിജയിക്കുന്നത്. അല്ലാത്തിടത്തോളം ഏത് ഇറക്കുമതിക്കും എന്താ പറയുക, ഒരു പരിധിയിൽ കൂടുതൽ പ്രവർത്തനശേഷി ഉണ്ടാവാനുള്ള സാധ്യതയില്ല. സാംസ്കാരിക പഠനം പ്രവർത്തിച്ച ഒരു രീതി പദ്ധതിയാണ് നമുക്കറിയാം. മാഷ് പറഞ്ഞതുപോലെ അത് പുതിയ തുറസ്സുകളിലേക്ക് ധാരാളം നീങ്ങുണ്ടായി. മലയാള പഠനത്തിൻ്റെ തന്നെ വഴി അത് ഗതി മാറ്റി വിടുകയുണ്ട്. അപ്പം ഇങ്ങനെ പ്രവർത്തിച്ചു എങ്കിൽ ഏതോ നിലയിലുള്ള ഒരു ലാക്ക്, ഒരു അഭാവം ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം. ആ അഭാവം എന്താണ് എന്ന് അന്വേഷിക്കാനാണ് ഈ പേപ്പർ ശ്രമിക്കുന്നത് എന്നുകൂടി പറയാം. ഒരു സിദ്ധാന്തവും സ്വയംഭൂവായി, ഒരാശയവും ഒരു ചിന്തയും സ്വയംഭൂവായി വരുന്നില്ല. നിലവിലുള്ള ഏതോ പ്രതിസന്ധിയുമായിട്ട് അതിന് ബന്ധമുണ്ട്. സാംസ്കാരിക പഠനം മലയാളത്തിൽ രൂപപ്പെട്ട് വരുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 80കളുടെ മധ്യത്തോടു കൂടിയാണ്. ഇവിടെ സജീവ് മാഷ് പറഞ്ഞ TK രാമേന്ദ്രനൊക്കെ നേതൃത്വം കൊടുത്ത് പുറത്തു വന്ന 1983 പുറത്തു വന്ന നിള എന്ന സമാന്തര പ്രസാധനശാല പ്രസിദ്ധീകരിച്ച കലാവിമർശം മാർക്സിസ്റ്റ് മാനദണ്ഡം എന്ന പുസ്തകമാണ് ഇതിൻ്റെ ആദ്യ അവതരണങ്ങളിലൊന്നായിട്ട് പല ചിന്തകരും പറയാറുള്ളത്. ഞാനും ഏറെക്കുറെ അത് പിൻപറ്റുന്നു. സാംസ്കാരിക പഠനത്തിൻ്റെ മലയാളത്തിലെ ആദ്യ ആവിഷ്കാരങ്ങളിലൊന്നായിട്ട് നമുക്ക് ആ പഠനത്തെ കാണാമെന്ന് തോന്നുന്നു. അപ്പോൾ ആ പഠനത്തിലേക്ക് എത്തിച്ചേരുന്ന ഇടയായ ചില സന്ദർഭങ്ങളെയാണ് ഞാനിവിടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ഈ ഘട്ടം 1970-80 ഘട്ടം മലയാളത്തിൻ്റെ സാഹിത്യ ചിന്ത എന്ന ഒന്നുണ്ടെങ്കിൽ, സാഹിത്യ വിമർശനവും സാഹിത്യ ചിന്തയും എന്ന ഒന്നുണ്ടെങ്കിൽ മൗലികമായൊരു പ്രതിസന്ധിയെ നേരിടുന്ന ഒരു സന്ദർഭമാണ് എന്ന് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ആധുനികതാവാദം എന്ന് പിന്നീട് വിശദീകരിക്കപ്പെട്ട അന്ന് ആധുനികതാ പ്രസ്ഥാനമെന്നോ ഒക്കെ അല്ലെങ്കിൽ നവീന കവിത, നവീന സാഹിത്യം എന്നോ ഒക്കെ വിശേഷിപ്പിക്കപ്പെട്ട പുതിയൊരു ഭാവുകത്വം രംഗപ്രവേശം ചെയ്യുന്നത്. ഈ ഭാവുകത്വത്തെ വിശകലനം ചെയ്യാനോ വിശദീകരിക്കാനോ സാഹിത്യ ചിന്തയ്ക്ക്, സാഹിത്യ വിമർശനത്തിന് വാസ്തവത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മലയാളത്തിലെ സാഹിത്യ വിമർശനം ആദ്യമായി മൗലികമായൊരു പ്രതിസന്ധിയെ നേരിടുന്ന സന്ദർഭം ആധുനികതാവാദത്തിൻ്റെ ഘട്ടമാണ്. ഇപ്പോൾ റൊമാൻറ്റിസിസം, കാൽപ്പനികത മലയാളത്തിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നു. 19ാം നൂറ്റാണ്ട് അവസാനം 20ാം നൂറ്റാണ്ട് തുടക്കത്തിലാണ് അത് സംഭവിക്കുന്നത്. ഇതിന് സമാന്തരമായി തന്നെ നമുക്ക് സാഹിത്യ വിമർശനത്തിലോ സാഹിത്യ ചിന്തയിലോ കാൽപ്പനികതയെ വിശദീകരിക്കാനുള്ള ശ്രമം കാണാം. ഒരുപക്ഷെ 1891 തന്നെ CP അച്യുതമേനോൻ കല്യാണി നാടക നിരൂപണത്തിൽ ഈ കാൽപ്പനികതയുടെ അടിസ്ഥാന തത്വങ്ങളെയോ എന്താണ് കാൽപ്പനികത എന്നോ വിശദീകരിക്കാനുള്ള ശ്രമം നടത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. നളിനിയുടെ അവതാരിക എത്തുമ്പോഴേക്കും അത് പുഷ്കലമാവുകയും ചെയ്യുന്നുണ്ട്. ഈ റിയലിസത്തെ സംബന്ധിച്ച് ഇന്ദുലേഖയുടെ 1ാം അച്ചടിപ്പിൻ്റെ അവതാരികയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ചർച്ച MP പോൾ എത്തുമ്പോഴേക്കും അത് എന്താ പറയുക, ഫ്രൂട്ട്ഫുൾ ആവുന്നു നമ്മൾ കാണുന്നുണ്ട്, ഫലപ്രാപ്തിയിലെത്തുന്നതും കാണുന്നുണ്ട്. ഇങ്ങനെ ഭാവുകത്വവും അതിൻ്റെ ചിന്തയും തമ്മിൽ സമാന്തരമായാണ് മലയാളത്തിൽ സഞ്ചരിച്ചിരുന്നത് എങ്കിലും ആധുനികതാ പ്രസ്ഥാനത്തിന് ഘട്ടെത്തുന്നതോടുകൂടി വലിയ നിലയിലുള്ള ഒരു സന്നിഗ്ധത ഉടലെടുക്കുന്നു. എങ്ങനെയാണ് ഇതിനെ വിശദീകരിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സന്നിഗ്ധത ഉടലെടുക്കുന്നു. സാഹിത്യ വിമർശനം ഒരു പ്രതിസന്ധിയെ നേരിടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സാഹിത്യ ചിന്ത ആദ്യമായി വിശദീകരണപരമായൊരു
പ്രതിസന്ധി നേരിടുന്ന ഘട്ടമാണ് ആധുനികതാവാദ പ്രസ്ഥാനത്തിൻ്റെ കാലം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റും. അതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് എന്നുള്ളതിന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ആധുനികതാവാദം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഭാവുകത്വം സാഹിത്യം എന്ന ആധുനിക സ്ഥാപനത്തിൻ്റെ തന്നെ അടിസ്ഥാനങ്ങളോടുള്ള വിമർശനമായിരുന്നു. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ സാഹിത്യം ഒരു സ്ഥാപനമായി, സാഹിത്യം ഒരു വിഷയമേഖലയായി നിൽക്കുന്നത് അതിന് ചില അടിസ്ഥാനങ്ങളുണ്ട്, ഭവപരമായ ചില അടിസ്ഥാനങ്ങളുണ്ട് എന്ന സങ്കല്പനത്തിലാണ്. ഈ ഭവപരമായ അടിസ്ഥാനങ്ങൾ, അതിപ്പോൾ രൂപം ഭാവം എന്ന് പറഞ്ഞ വിഭജനമാവാം, എഴുത്തുകാരൻ ഓദർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥകർത്താവ് എന്നുള്ള സങ്കല്പന ആവാം, അല്ലെങ്കിൽ ജനുസിനെ കുറിച്ചുള്ള സങ്കല്പന ആവാം. ഈ സങ്കല്പനത്തിലേക്ക് മുകളിലാണ് സാഹിത്യം വിഷയപരമായ ഒരു അസ്തിത്വം നേടുന്നത്. സാഹിത്യത്തിന് സ്വകീയമായൊരു അസ്തിത്വം ഉണ്ട് എന്ന് കരുതപ്പെട്ടത് അതിൻ്റെ ഈ ഭവപരമായ ചില അടിസ്ഥാനങ്ങളെ മുൻനിർത്തിയാണ്. ഈ അടിസ്ഥാനങ്ങളെ തന്നെ ചോദ്യം ചെയ്ത ഒരു സർഗ മുന്നേറ്റമായിരുന്നു ആധുനികതാവാദം. അതുകൊണ്ട് സാഹിത്യം എന്ന സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നിന്ന് വിശദീകരിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു ആധുനികതാ പ്രസ്ഥാനം എന്ന് ലളിതമായിട്ട് പറയാം. സാഹിത്യത്തിൻ്റെ അല്ലെങ്കിൽ കാവ്യമീമാംസയുടെ അടിസ്ഥാന തത്വങ്ങൾ ഉപയോഗിച്ച് വിശദീകരിക്കാൻ പറ്റാത്ത നിലയിലായിരുന്നു ഈ സെൻസിബിലിറ്റി, പുതിയ ഈ ഭാവുകത്വം രംഗപ്രവേശം ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാഹിത്യ വിമർശനം ആദ്യമായി പരാജയമടഞ്ഞ സന്ദർഭം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തെ വിശേഷിപ്പിക്കാം. അപ്പോൾ 70കളിലെ മലയാള സാഹിത്യ വിമർശനത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ആ സാഹിത്യ വിമർശനത്തെ ഒരു 3 ധാരയായിട്ട് വർഗീകരിക്കാൻ സാധ്യമാണ് എന്നാണ് തോന്നുന്നത്. ഇത് കേവലമായൊരു വർഗീകരണം മാത്രമാണ്, അതല്ലാതെ സൂക്ഷ്മമായി ഇങ്ങനെ പേരിട്ട് വിളിച്ച് അതിനെ കാറ്റഗറൈസ് ചെയ്യല്ല, സംവർഗപ്പെടുത്തുകയല്ല. നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാമാന്യമായിട്ടൊന്ന് വിശദീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പം അതിൽ മലയാളത്തിൻ്റെ സാഹിത്യ വിമർശനത്തിലെ ആദ്യത്തെ ധാര, മുഖ്യധാര സാഹിത്യ വിമർശനം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ധാര, അതിനെ നമുക്ക് ആധുനിക വിമർശനം എന്ന് സാമാന്യ പേര് വിളിക്കാം. ആധുനിക വിമർശനം അവർ ചെയ്തത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ സാഹിത്യം എന്ന വിഷയത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ മുൻനിർത്തി സാഹിത്യത്തെ വിശദീകരിക്കാനുള്ള ശ്രമമായിരുന്നു. അത് ലാവണ്യാത്മകമായി ആവാം, സാമൂഹ്യ ചരിത്രം ഇതിനകത്ത് കൃതിയിൽ ഉൾപ്പെട്ട് കിടക്കുന്നതിൻ്റെ അളവിനെയും തോതിനെയും മുൻനിർത്തിയിട്ടാവാം. അങ്ങനെ 70കളിൽ മലയാള സാഹിത്യ വിമർശനത്തിൻ്റെ ഈ മുഖ്യധാരയെ ആധുനിക വിമർശനം എന്ന് പേരിട്ട് വിളിക്കാം നമുക്ക്. അതിൽ മുണ്ടശ്ശേരി മുതൽ അക്കാലത്തെ ക്ലാസിക്കൽ മാർക്സിസ്റ്റുകൾ, സാമ്പ്രദായിക മാർക്സിസ്റ്റുകളായ EMS വരെ, തായട്ട് ശങ്കരനോ PG ഒക്കെ നിൽക്കുന്ന ഒരു ധാരയെ നമുക്ക് കാണാൻ പറ്റും. അവർ ചെയ്തിരുന്നത് സാഹിത്യ കൃതിയെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് കരുതുന്ന ചില തത്വങ്ങളെ മുൻനിർത്തി വിശദീകരിക്കാനോ വിശകലനം ചെയ്യാനോ ഉള്ള ഒരു ശ്രമമാണ്. ഇതൊരു ധാരയായിട്ട് ആ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. രണ്ടാമതൊരു ഘട്ടം അല്ലെങ്കിൽ രണ്ടാമതൊരു ധാര അക്കാലത്ത് രൂപപ്പെട്ടു വരുന്നത് ഈ ആധുനികതാവാദത്തെ വിശദീകരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമാണ്. അത് NN കക്കാടോ അല്ലെങ്കിൽ അയ്യപ്പ പണിക്കരോ അല്ലെങ്കിൽ M മുകുന്ദനോ ഒക്കെ പോലെയുള്ള അതിൻ്റെ തന്നെ പ്രതിനിധികളിൽ നിന്ന് ആരംഭിക്കുകയും പിന്നീട് നമ്മൾ ആധുനികതാ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിനിധികളിൽ ഒരാളായിട്ട് കരുതുന്ന KP അപ്പൻ്റെ നേതൃത്വത്തിലേക്ക് ചെന്നു ചേരുകയും ചെയ്ത നവനിരൂപകർ എന്നൊക്കെ പലരും പേരിട്ട് വിളിച്ചിട്ടുള്ള ഒരു ധാരയാണ്. അതിനെ നമുക്ക് ആധുനികതാവാദ വിമർശനം എന്ന് വിശേഷിപ്പിക്കാം. ആധുനികതാവാദത്തെ വിമർശനപരമായി നോക്കിക്കാണുന്ന, അതിനെ വിശദീകരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ എന്ന നിലയിൽ മൂന്നാമതൊരു ധാര കൂടി ഈ കാലത്ത് രംഗപ്രവേശം ചെയ്യുന്നുണ്ട്. അത് 70കളുടെ മധ്യത്തോടു കൂടിയാണ് മലയാളത്തിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നത്. നവമാർക്സിസത്തിൻ്റെ ആശയാവലികൾ ഉപയോഗിച്ചുകൊണ്ട് ആധുനികതാ പ്രസ്ഥാനത്തെ വിശദീകരിക്കാനോ വിമർശിക്കാനോ അല്ലെങ്കിൽ അതിനെ നിർദ്ധരിക്കാനോ നടത്തിയിട്ടുള്ള ശ്രമങ്ങളാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ സച്ചിദാനന്ദനോ B രാജീവനോ ഒക്കെ ഉൾപ്പെടുന്ന നവമാർക്സിസ്റ്റുകളുണ്ട്. R വിശ്വനാഥ മാഷിനെ പോലെയുള്ള ആളുകളൊക്കെ അതിനകത്ത് ഉൾപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇവരെല്ലാം അല്ലെങ്കിൽ നരേന്ദ്രപ്രസാദിനെ പോലെയുള്ള, അപ്പോൾ ഇവരെയൊക്കെ കൂടി ചേർത്തുകൊണ്ട് നമുക്ക് മൂന്നാമതൊരു ധാരയെ വർഗീകരിക്കാം. അതിനെ ആധുനികതാവാദ വിമർശം എന്നും വിശേഷിപ്പിക്കുക സാധ്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ 70കളോടുകൂടി മലയാള സാഹിത്യ വിമർശനത്തെ പൊതുവെ നോക്കിയാൽ, ഒരു വിഹക വീക്ഷണത്തിന് വിധേയാക്കിയാൽ 3 ധാരകളായിട്ട് മലയാള സാഹിത്യ വിമർശനം വഴിപിരിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സ്കൂളുകൾ എന്നുള്ള കേവലാർത്ഥത്തിലല്ല, മറിച്ച് ആധുനികതാ പ്രസ്ഥാനത്തോട് ഇവ നടത്തിയ വിനിമയങ്ങളെ മുൻനിർത്തിയിട്ട്. ആദ്യത്തേത് ആധുനിക വിമർശനം എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്നു, രണ്ടാമത്തേതിനെ ആധുനികതാവാദ വിമർശനം എന്നും, മൂന്നാമത്തേതിനെ ആധുനികതാവാദ വിമർശം എന്നും വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ പേപ്പർ ശ്രമിക്കുന്നത്. ഇനി ഈ 3 ധാരകളും എങ്ങനെയാണ് ആധുനികതാ പ്രസ്ഥാനത്തെ വിശദീകരിക്കാൻ ശ്രമിച്ചത്, അതിൻ്റെ വൈരുദ്ധ്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ദൗർബല്യങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് ഓടിച്ചൊന്ന് പറഞ്ഞിട്ട് ഞാൻ സംസ്കാര പഠനം രൂപപ്പെട്ടു വന്നത് ചിന്താപരമായി സന്നിഗ്ധതയുടെ പരിഹാരമായിട്ടാണോ എന്നൊരു ചോദ്യം കൂടി മുന്നോട്ട് വെച്ചിട്ട് നിർത്താം. ആധുനിക വിമർശനം എന്ന് നമ്മളിവിടെ വിശേഷിപ്പിച്ചത്, ഇത് ഒരേ സമയം ലീലാവതി ടീച്ചറും മുണ്ടശ്ശേരിയും അല്ലെങ്കിൽ ഗുപ്തൻ നായരും MN വിജയനും ഒക്കെ ഉൾപ്പെട്ടിരിക്കുന്ന, മറുഭാഗത്ത് EMS-ഉം PG-യും
തായട്ട് ശങ്കരനും ഒക്കെ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. ഇവർ തമ്മിൽ രൂക്ഷമായ തർക്കങ്ങളോ സംവാദങ്ങളോ നടന്നിട്ടുള്ളതായി നമുക്കറിയാം. അപ്പോൾ ഇത് രണ്ടും ഒരു സ്കൂളാണ് എന്നുള്ള അർത്ഥത്തിലല്ല ഇവർ ഒന്നിച്ച് പരിഗണിക്കുന്നത്, മറിച്ച് ആധുനികതാ പ്രസ്ഥാനത്തോട് ഇവർ നടത്തിയ അല്ലെങ്കിൽ ഇവർ ഏത് നിലയിലാണ് വിനിമയത്തിൽ ഏർപ്പെട്ടത് എന്ന ഒരൊറ്റ പോയിന്റിനെ മുൻനിർത്തി മാത്രമാണ്. ഇവർ രണ്ടു കൂട്ടരും വേണമെങ്കിൽ പറയാൻ പറ്റുക, രണ്ടു കൂട്ടരും ഒരുപോലെ ആധുനികതാ പ്രസ്ഥാനത്തെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ ആധുനിക വിമർശനത്തിൻ്റെ കേന്ദ്രത്തിൽ, അതിൻ്റെ ഒരു നേതൃത്വത്തിൽ അന്ന് 70കളിൽ മുണ്ടശ്ശേരി നിലയുറപ്പിക്കുന്നുണ്ട്. മുണ്ടശ്ശേരിക്ക് ആധുനികതാ പ്രസ്ഥാനം പദ്യമായിരുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു ആധുനിക വിമർശകരുടെ ഏറ്റവും വലിയ ബലം. കാരണം 60-70കളിൽ മലയാള സാഹിത്യ വിമർശനത്തിൻ്റെ ഒരു പിതൃരൂപനായിട്ട് മുണ്ടശ്ശേരി നിലയുറപ്പിച്ചിട്ടുണ്ട്. മാരാരപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ സാഹിത്യ വിമർശന താല്പര്യങ്ങളൊക്കെ അവസാനിപ്പിക്കുകയും ആത്മീയതയിലേക്ക് അദ്ദേഹം കൂടുതൽ ഊന്നുകയും ചെയ്തതുകൊണ്ട് മുണ്ടശ്ശേരിയാണ് അന്നത്തെ ഏറ്റവും പ്രബലനായ സാഹിത്യ വിമർശകൻ. സ്വാഭാവികമായിട്ട് മുണ്ടശ്ശേരിക്ക് ആധുനികതാ പ്രസ്ഥാനം പദ്യമായിരുന്നില്ല. ഇവർ ഏത് സ്കൂളിലാണ് പഠിച്ചത് എന്ന് അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായ ഒരു പ്രബന്ധം തന്നെ ഉണ്ടല്ലോ. ഈ ആധുനികതാ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളായ സർഗെഴുത്തുകാർ ഏത് സ്കൂളിലാണ് പഠിച്ചത് എന്ന് വൈലോപ്പിള്ളിയെ പോലെ മുണ്ടശ്ശേരിയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ അബ്സ്ട്രാക്റ്റ് ആർട്ടിൻ്റെ ചുമട് താങ്ങികൾ എന്നാണ് ആധുനികതാ പ്രസ്ഥാനത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇത് കേവലം ഒരു രൂപപരമായ ഭ്രമം മാത്രമാണ് എന്നും സങ്കേതങ്ങൾ കൊണ്ടുള്ള ഒരു ടെക്നിക്ക് മാത്രമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതായിരുന്നു മുണ്ടശ്ശേരിയുടെ നിരീക്ഷണം. സ്വാഭാവികമായിട്ട് മുണ്ടശ്ശേരിയുടെ ഈ എതിർപ്പാണ് ആധുനിക വിമർശനത്തിന് പ്രചോദനമായി മാറിയത്. മുണ്ടശ്ശേരി അപ്പോൾ തന്നെ MN വിജയനെ സംബന്ധിച്ചിടത്തോളാണെങ്കിലും ഗുപ്തൻ നായരെ സംബന്ധിച്ചിടത്തോളാണെങ്കിലും ഒക്കെ ആധുനികതാ പ്രസ്ഥാനം തള്ളിക്കളയപ്പെടേണ്ട ഒന്നായിരുന്നു. ഏറ്റവും രൂക്ഷമായ ആക്രമണം ആധുനികതാ പ്രസ്ഥാനത്തിനെതിരെ നടത്തുന്നത് ഗുപ്തൻ നായരാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം മാത്രം ഞാനൊന്ന് ഒറ്റ പോയിന്റ് മാത്രം പറയാം. ദേശീ, മാർഗി എന്നിവയ്ക്ക് പുറമെ പുതുതായി രൂപം കൊണ്ട ഒരു ശൈലിയുണ്ട്, അത് വിദേശി എന്നാണ് ഗുപ്തൻ നായർ പറയുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഒരുപോലെ പറയാൻ ശ്രമിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുതരം അനുകരണം മാത്രമാണ്. ഏലിയേട്ടന്മാർ എന്ന് അക്കാലത്ത് കക്കാടിനൊക്കെ വിൽപ്പേരുണ്ടായിരുന്നു. ഏലിയറ്റിനെ അനുകരിക്കുന്നവർ മാത്രമാണ്, അനുകരണം മാത്രമാണ് എന്നും ഇതിനകത്ത് അടിസ്ഥാനപരമായി ഒന്നുമില്ല എന്നുള്ളതായിരുന്നു ഈ മുണ്ടശ്ശേരി, ഗുപ്തൻ നായർ, MN വിജയൻ തുടങ്ങിയ ലീലാവതി ടീച്ചർ അടക്കമുള്ള ആളുകൾ പറയാൻ ശ്രമിച്ചത്. ലീലാവതി ടീച്ചറുടേത് കുറച്ചുകൂടി ഉദാരമായ ഒരു സമീപനമായിരുന്നു. അവരുടേത് ആക്രമണത്തെക്കാൾ കൂടുതൽ അവർ പുതിയ ചില സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്നിട്ട് ഇത് വിശദീകരിക്കാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. സാധ്യ വ്യവസായ ലക്ഷണ എന്നൊക്കെ പറയുന്ന ശബ്ദ വിഭാഗത്തിൻ്റെ ഒരു ഉൾപ്പിരിവിനെ കൊണ്ടുവന്നിട്ട് ഈ ആധുനികതാവാദ കവിതകളെ വിശദീകരിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് അവർ ശ്രമിച്ചിരുന്നത്. പക്ഷെ അവയ്ക്കും വിജയിക്കാൻ പറ്റിയില്ല. മറുഭാഗത്ത് മാർക്സിസ്റ്റ് വിമർശനമാവട്ടെ EMSഉം PGയും ഒക്കെ ഒരേപോലെ ഈ ഗുപ്തൻ നായരും ലീലാവതി ടീച്ചറും ഒക്കെ ഈ കവിതയ്ക്കുള്ളിൽ ധ്വനി തേടിയതുപോലെ EMSഉം PGയും ഒക്കെ ആധുനികതാവാദ കൃതികൾക്കകത്തുനിന്ന് സാമൂഹ്യ പ്രതിബദ്ധത ആണ് തിരഞ്ഞെടുക്കാൻ നോക്കിയത്. സ്വദേശ സാഹിത്യമാണോ, ഇതിന് സന്ദേശം എന്താണെന്നുള്ളതായിരുന്നു അവരുടെ അന്വേഷണം. സ്വാഭാവികമായിട്ട് യാതൊരു സന്ദേശവും ഇല്ലാത്ത, സ്വദേശ സാഹിത്യം അല്ലാത്ത ആധുനികതാ പ്രസ്ഥാന കവിതകളെയും സാഹിത്യത്തെയും അവർ ഏറെക്കുറെ തള്ളിക്കളയാണ് ചെയ്തത്. PG ആവട്ടെ അത് MT കുറിച്ച് എഴുതുമ്പോൾ പോലും അദ്ദേഹം പറയുന്നത് തെക്കേ മലബാറിൽ MT കണ്ടെത്തിയ തകർന്ന 4 കെട്ടിലുകളിലും പരിസരത്തും ഒരൊറ്റ രാഷ്ട്രീയ വിപ്ലവകാരിയെപ്പോലും MT കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ MT അടക്കമുള്ള ആളുകളെ ഏകപക്ഷീയമായിട്ട് തള്ളിക്കളയാണ് ചെയ്യുന്നത്. ജീർണത വരുത്തുന്ന സാഹിത്യം, സ്വദേശ ഇതൊക്കെ ഉപകാരപ്രദമല്ലാത്ത സാഹിത്യം, സമൂഹത്തിന് ഉപകാരപ്രദമല്ലാത്ത സാഹിത്യം, നമുക്ക് ആ ഡിബേറ്റുകൾ അറിയാം എന്ന് പറഞ്ഞ് തള്ളിക്കളയുക ചെയ്തത്. അങ്ങനെ ആധുനിക വിമർശനം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആദ്യത്തെ ധാര ഏകമുഖമായി ആധുനികതാ പ്രസ്ഥാനത്തെ സമ്പൂർണ്ണമായിട്ട് തള്ളുകയാണ് ചെയ്തത് എന്ന് കാണാം. ഇനി രണ്ടാമത്തെ ധാരയിലേക്ക് വന്നാൽ ആധുനികതാവാദ വിമർശനം എന്ന് നമ്മളിവിടെ വിശേഷിപ്പിക്കുന്നത് KP അപ്പൻ നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ കക്കാടിൽ നിന്നോ M മുകുന്ദനിൽ നിന്നോ അയ്യപ്പ പണിക്കരിൽ നിന്നോ ആരംഭിക്കുന്ന മറ്റൊരു വിശദീകരണ ശ്രമമാണ്. അവർ പൊതുവെ ചെയ്തിരുന്നത് എന്താണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അയ്യപ്പ പണിക്കരിൽ നിന്നാണ് ആരംഭം കുറിക്കുന്നത്, പിന്നീട് അത് കക്കാടിലേക്കും മുകുന്ദനിലേക്കും വരുന്നു. മുകുന്ദന് ശേഷമാണ് KP അപ്പൻ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ചെയ്തിരുന്നത് എന്താണ്, ഈ ആധുനികതാ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വരുന്ന സാഹിത്യ കൃതികളുടെ സാധ്യത എന്ന് വിശേഷിപ്പിക്കാനാണ് അവർ ശ്രമിച്ചത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ അവിടെ ശ്രദ്ധാർഹമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യപ്പ പണിക്കരിൽ നിന്ന് ആരംഭിക്കുന്ന ഈ വിശദീകരണ ഇപ്പോൾ 1964 നവീന കവിത മലയാളത്തിൽ എന്നൊരു ലേഖനം അയ്യപ്പ പണിക്കർ എഴുതുന്നുണ്ട്. തൊട്ടടുത്ത വർഷം തന്നെ സമകാലിക മലയാള കവിതയിലെ ചില പ്രശ്നങ്ങൾ എന്ന ലേഖനം വരുന്നു. കക്കാട് 65 പുതിയ കവിത എന്ന ശീർഷകത്തിൽ വലിയൊരു ലേഖനം എഴുതുന്നുണ്ട്. 76 മുകുന്ദൻ്റെ എന്താണ് ആധുനികത എന്ന നമുക്കെല്ലാം അറിയാവുന്ന ഇൻട്രഡക്ടറി ടെക്സ്റ്റ് പുറത്തു വരികയും ചെയ്യുന്നത്. അപ്പോൾ ഇവരെല്ലാവരും, അത് പ്രത്യേകിച്ചും അയ്യപ്പ പണിക്കരുടെ ആദ്യകാല ഈ പഠനങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം
ഈ കാൽപ്പനികതയുടെ, പ്രധാനമായിട്ടും കോളറിഡ്ജിൻ്റെ ചില ആശയങ്ങളെ മുൻനിർത്തിയാണ് ഈ ആധുനികതാ പ്രസ്ഥാന കവിതകളെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത് എന്നത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ പറ്റും. മറുഭാഗത്ത് നമ്മളുടെ ഈ കക്കാടിലെത്തുമ്പോഴാവട്ടെ, കക്കാടിൽ കുറെ കൂടി അതിഭൗതികമായ മെറ്റഫിസിക്കലായിട്ടുള്ള ചില ആശയങ്ങൾ വെച്ചിട്ടാണ് അദ്ദേഹം അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ കോട്ടുകളൊന്നും ഇവിടെ വായിക്കുന്നില്ല, എടുത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു സമയപരിമിതി കൊണ്ട്. അപ്പോൾ കാൽപ്പനികതയുടെ ഒരു പിടി അയ്യപ്പ പണിക്കറിലുണ്ട്. കക്കാടിലാവട്ടെ മെറ്റഫിസിക്കലായ അതിഭൗതികമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഇതിനെ വായിക്കാനാണ് ശ്രമിക്കുന്നത്. മുകുന്ദനിലേക്ക് എത്തുമ്പോൾ മുകുന്ദൻ കുറെ കൂടി മുന്നോട്ട് പോകുന്നുണ്ട്. മുകുന്ദൻ പറയുന്നുണ്ട്, സാഹിത്യം സൃഷ്ടികൾക്ക് അവസാനം ഗുണവാട എഴുതുന്ന അതുവഴി എഴുത്തുകാരൻ്റെ മനോഭാവത്തിലേക്ക് വായനക്കാരെ ആനയിക്കുന്ന പ്രക്രിയ അവസാനിച്ചു കഴിഞ്ഞു. അങ്ങനത്തെ പരിപാടിയൊന്നും ഇനിയില്ല. വായനക്കാരുടെ മുകളിൽ കയറി എന്താ പറയുക, ധാർമ്മികോത്ബോധനം നടത്തുന്ന ആളല്ല എഴുത്തുകാരൻ. എഴുത്തുകാരനും സമാന്തരമായി സഞ്ചരിക്കുന്നവരാണ് തുടങ്ങിയ ആശയങ്ങളൊക്കെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ എന്താണ് പിന്നെ ഈ രൂപം ഭാവം എന്ന് പറയുന്ന ഒരു വിഭജനത്തെ മറികടക്കാത്ത നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ചിന്തയും നിലകൊള്ളുന്നത് എന്ന് വേണമെങ്കിൽ കാണാം. ഇതിൻ്റെ തുടർച്ചയിലാണ് 1973 അല്ലെങ്കിൽ മുകുന്ദൻ്റെ പഠനം വരുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് 1973 KP അപ്പൻ്റെ ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷം എന്ന വളരെ പ്രധാനപ്പെട്ട വിമർശന ഗ്രന്ഥം പുറത്തു വരുന്നത്. അവിടെ നപ്പൻ ആരംഭിക്കുന്ന ഒരു വലിയ പണിയുണ്ട്. അദ്ദേഹം വേണമെങ്കിൽ ഏകമുഖമായി ഏകപക്ഷീയമായി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ആധുനികതാ പ്രസ്ഥാനത്തെ വിശദീകരിക്കാൻ വേണ്ടി പല മട്ടിൽ പല ശ്രമത്തിൽ അദ്ദേഹം നടക്കും. എന്താ പറയുക, സാഹിത്യ വിമർശനത്തിൽ ഏർപ്പെടേണ്ടായി. ആ അപ്പൻ്റെ സാഹിത്യ വിമർശന സമീക്ഷയുടെ ചില വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, സൂക്ഷ്മാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആദ്യത്തേത് അദ്ദേഹം പറയുന്നത് സാർത്രിൻ്റെ അസ്തിത്വ ദുഃഖത്തെ അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫിയെ മുൻനിർത്തിയിട്ടാണ് KP അപ്പൻ മോഡേണിസ്റ്റ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ സാർത്രിനെ അദ്ദേഹം സ്വീകരിക്കുമ്പോൾ സാർത്രിൽ നിന്ന് ഇപ്പോൾ എന്താണ് കുട്ടി കളിക്കോപ്പുകൾ ക്രമീകരിക്കുമ്പോൾ അതിനൊരു സവിശേഷ അർത്ഥം കൈവരുന്നു എന്ന് അപ്പം പറയുന്നുണ്ട്. പക്ഷേ ഈ ക്രമീകരണത്തിലൂടെ ഉപബോധ മനസ്സിലുള്ള അർത്ഥം ആവിഷ്കരിക്കുകയാണ് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. കുട്ടി കളിക്കോപ്പ് ക്രമീകരിക്കുമ്പോഴാണത് അതിനൊരു അർത്ഥം ഉണ്ടായി വരുന്നത്. അത്രത്തോളം അദ്ദേഹം സാർത്രിൻ്റെ ആശയങ്ങളൊക്കെ ചേരുന്നുണ്ടായിരുന്നു. പക്ഷെ കൂടെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് ഈ കുട്ടി കളിക്കോപ്പ് കൂട്ടിച്ചേർക്കുമ്പോൾ കുട്ടിയുടെ ഉപബോധ മനസ്സിലുള്ള ഒരു അർത്ഥം അതിന് കൈവരുന്നു എന്നുള്ളതാണ്. ഇത് അപ്പൻ്റെ ആശയങ്ങളെ വലിയ നിലയിൽ സന്നിഗ്ധമാക്കി മാറ്റുന്നുണ്ട്. കാരണം ഈ എഴുത്തുകാരൻ എന്നുള്ളത് അപ്പന് വിടാൻ പറ്റുമായിരുന്നില്ല. KP അപ്പൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക, യുദ്ധത്തിൻ്റെ അദ്ദേഹം ആർക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്തതെന്ന് വെച്ചാൽ അത് എഴുത്തുകാരന് വേണ്ടിയിട്ടാണ്. എഴുത്തുകാരൻ എന്ന പദം അദ്ദേഹത്തിൻ്റെ ചിന്താലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവർഗമാണ്. എഴുത്തുകാരന് വേണ്ടി നിലയുറപ്പിക്കുക. ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിനും വിധേയനാകാത്ത ഒരു എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ ചിന്തയിലെ എഴുത്തുകാരൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് എഴുത്തുകാരനെ ഓതറെ കൈവിടാൻ അപ്പൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് സാർത്രിയിലേക്ക് അദ്ദേഹം ചേരും, പക്ഷേ ഒരു പരിധിവരെ എത്തുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹം വീണ്ടും ഈ എഴുത്തുകാരനിലേക്ക് പോകും. എഴുത്തുകാരൻ്റെ ഉപബോധ മനസ്സിലുള്ള ആശയങ്ങളാണ് ക്രമീകരിക്കപ്പെടുന്നത് എന്ന് പറയുന്നതോടുകൂടി, എഴുത്തുകാരനിലുള്ള ഊന്നലുണ്ടായതോടുകൂടി സാർത്രിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അംശം അപ്പൻ കൈമോശം വരികയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ എന്താ പറയുക, എല്ലാവിധ എസ്റ്റാബ്ലിഷ്മെന്റുകളിൽ നിന്നും വിമുക്തനായിരിക്കുന്ന ഒരാളായിരിക്കണം. ഒരു ലിബറൽ പഴയ മുണ്ടശ്ശേരിയുടെ തന്നെ ലിബറൽ വ്യക്തിയാണിത് അപ്പനിലെത്തുന്നത്. അങ്ങനെ ഒരു ലിബറൽ വ്യക്തിയായിരിക്കണം എഴുത്തുകാരൻ എന്ന് പറയുന്ന ഒന്നിലേക്ക് അദ്ദേഹം ചെല്ലുന്നു. മാത്രമല്ല അതിൻ്റെ ഒരു പടി കൂടി കടന്നിട്ട് മുണ്ടശ്ശേരിയുടെ ഒരു തുടർച്ച എന്നുള്ളത് പോലെ കാന്റിന്റെ നിസ്സംഗമായ സംതൃപ്തിയാണ് സൗന്ദര്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്ന ഒന്നിലേക്ക് കൂടി KP അപ്പൻ്റെ വിചാരങ്ങൾ ചെന്ന് ചേരുന്നത് നമുക്ക് കാണാൻ പറ്റും. സാഹിത്യത്തിന് പ്രത്യേകിച്ച് ധർമ്മമൊന്നുമില്ല. തിരസ്കാരത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട്, എന്താണ് എത്രയോ കുട്ടികൾ ഈ വൈലോപ്പിള്ളിയുടെ മാമ്പഴത്തിൽ കുട്ടി ഈ പൂങ്കുല നുള്ളിയതിനെ അമ്മ അടിക്കുന്നു. ആ കവിത നമ്മൾ എത്രയോ ആളുകൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും പൂങ്കുല നുള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ കുട്ടിയെ അടിക്കും. അതുകൊണ്ട് മാമ്പഴം ഒന്നും പഠിപ്പിക്കുന്നില്ല, അതിനകത്തൊന്നുമില്ല, മീൻസ് ഈ പറയുന്ന നിലയിൽ ഗുണപാഠങ്ങളൊന്നുമില്ല എന്നുള്ള ഒരു വാദത്തിലേക്ക് അദ്ദേഹം എത്തുകയും അങ്ങനെ ഒന്നുമില്ലാത്ത, അതായത് പ്രത്യേകിച്ച് ഒരു ധർമ്മമില്ലാത്ത ഒന്നാണ് സാഹിത്യം എന്നും അത് കലയുടെ കേവലമായ ആനന്ദാനുഭൂതിക്ക് മാത്രമുള്ളതാണ് എന്നും പഴയ കാന്റിൻ്റെ ഒരു ആശയലോകത്തേക്ക് KP അപ്പൻ ചെന്ന് ചേരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാനിവിടെ പറയാൻ ശ്രമിച്ചൊരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ആധുനിക വിമർശനത്തിൻ്റെ അടിത്തറയിലും
കാൽപ്പനികതയുടെ ചിന്ത നിലയുറപ്പിച്ച് നിൽക്കുന്നത് കാണാൻ പറ്റും. മുണ്ടശ്ശേരിയിൽ അത് കോളറിഡ്ജ് ആയിട്ടോ അല്ലെങ്കിൽ അപ്പനിൽ ഇമ്മാനുവൽ കാന്റ് ആയിട്ടോ അത് നിലയുറപ്പിക്കുന്നത് നമുക്ക് കാണാം. മൂന്നാമത്തെ ഒരു ധാരയായിട്ടാണ് ഈ ആധുനികതാവാദ വിമർശം എന്ന് പറയുന്ന ഒന്നിനെ കാണാൻ ശ്രമിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഏർപ്പെട്ടു വരുന്നത് സച്ചിദാനന്ദനും തുടർന്ന് ബി രാജീവനുമാണ്. സച്ചിദാനന്ദനും ബി രാജീവനിൽ എത്തുമ്പോൾ അവർ 60കളുടെ അവസാന ഘട്ടത്തിൽ തന്നെ ആധുനികതാ പ്രസ്ഥാനത്തെ വിശദീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി തുടങ്ങി. കുരുക്ഷേത്രത്തെക്കുറിച്ചുള്ള പഠനം 1968 സച്ചിദാനന്ദന്റെ പഠനം പ്രസിദ്ധീകരിക്കപ്പെട്ടു. 70കളിൽ തന്നെ ബി രാജീവനും വലിയ നിലയിൽ ഇതിനെക്കുറിച്ചുള്ള ആലോചനകളിൽ ഏർപ്പെടുന്നുണ്ട്. ഒറ്റ കവിതാ പഠനങ്ങളെക്കാൾ കൂടുതൽ കാവ്യ സിദ്ധാന്തപരമായ ചില ആലോചനകളിലാണ് അദ്ദേഹം ഏർപ്പെടുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവരിലേക്ക് എത്തുമ്പോൾ സംഭവിക്കുന്ന ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് ഈ നേരത്തെ മാഷ് പറഞ്ഞതുപോലെ വൈരുദ്ധ്യങ്ങൾ എന്നത് കവിതയിൽ സാധ്യമാണ് എന്നും ആദ്യകാലത്തല്ല കേട്ടോ, ഞാൻ ഈ പറഞ്ഞ 68 സച്ചിദാനന്ദൻ എഴുതിയ പഠനത്തിലല്ല, പക്ഷെ 70കളുടെ പഠനത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം ചെന്ന് ചേരുന്ന, അത് രാജീവനും ചെന്ന് ചേരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കവിതയിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാമെന്നും ഈ വൈരുദ്ധ്യങ്ങൾ സെറ്റിൽ ചെയ്യപ്പെടേണ്ട കാര്യമില്ല എന്നുള്ള ഒരു നിരീക്ഷണത്തിലേക്ക് അദ്ദേഹം ചെന്ന് ചേരുന്നുണ്ട്. അതുകൊണ്ട് ഫോം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ചലന പ്രക്രിയയാണ്. അതിനകത്ത് പലവിധ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവും. ആ വൈരുദ്ധ്യങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് കവിത. ആ വൈരുദ്ധ്യങ്ങൾ സമന്വയിച്ച് ഉദ്ഗ്രഥിച്ച് ഒരു ഇൻ്റഗ്രേറ്റഡ് പോയട്രി, അതും റൊമാൻറ്റിസിസത്തിൻ്റെ പഴയ ഒരു ആശയമാണ് സിന്തറ്റിക് പോയട്രി എന്നൊക്കെ പറയുന്ന റിച്ചാർഡ്സ് ഒക്കെ പറയുന്നത്. ഇങ്ങനെ സിന്തസൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, തുറന്നു വിട്ടാൽ മതി എന്ന ഒരു ആലോചനകളിലേക്ക് അവരുടെ പഠനങ്ങൾ ചെന്ന് ചേരുന്നുണ്ട് 70കളുടെ മധ്യമാകുമ്പോഴേക്കും. ഇനി 70കൾ ഈ രാജീവനോ സച്ചിദാനന്ദനോ നരേന്ദ്രപ്രസാദോ ഒക്കെ പല നിലയിൽ ഓപ്പണപ്പ് ചെയ്ത ഈ വിചാര പദ്ധതി, സാഹിത്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അടച്ചുപൂട്ടപ്പെട്ട ഒന്നല്ല, മറിച്ച് അവ വൈരുദ്ധ്യങ്ങളെ തുറന്നു വെക്കുന്ന ഒന്നാണ്, അവ സ്വയം ചലിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്ന ഈ ഒരു വിശകലന പദ്ധതിയുടെ തുടർച്ചയിലാണ് 1983 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കലാവിമർശം മാർക്സിസ്റ്റ് മാനദണ്ഡം എന്ന് പറയുന്ന ഒരു പുസ്തകം പുറത്തു വരുന്നത്. അപ്പോൾ ഈ പുസ്തകത്തെ ഒരു മെറ്റഫറായിട്ട് സ്വീകരിക്കാമെങ്കിൽ, ഒരു രൂപകമായിട്ട് സ്വീകരിക്കാമെങ്കിൽ, ഈ പുസ്തകത്തിലേക്ക് തിരിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന കൗതുകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 80കളുടെ മധ്യത്തിൽ കേരളത്തിൽ സാധ്യമായ മാർക്സിസത്തിൻ്റെ ഭിന്നമുഖങ്ങളെയൊക്കെ ഈ പുസ്തകം അവതരിപ്പിക്കുന്നുണ്ട്. മാർക്സിസ്റ്റ് വിചാരത്തിൻ്റെ ഭിന്നമുഖങ്ങളെല്ലാം അതിനകത്ത് ചേരുന്നു. ഒരു ഭാഗത്ത് പി ഗോവിന്ദപിള്ളയെ പോലെയുള്ള, പി ജിയെ പോലെയുള്ള നേരത്തെ പറഞ്ഞ സാമ്പ്രദായിക മാർക്സിസ്റ്റുകളുണ്ട്. ബി രാജീവനെയോ സച്ചിദാനന്ദനെയോ പോലെയുള്ള നവമാർക്സിസ്റ്റുകളുണ്ട്. ടി കെ രാമേന്ദ്രൻ, ആർ എൻ നന്ദകുമാർ, എൻ എസ് മാധവൻ, ബാലേന്ദ്ര ചുള്ളിക്കാട്, മുരളീധരൻ, ഇങ്ങനെ ഭിന്നമായ മാർക്സിസ്റ്റ് ചിന്താ പദ്ധതികളെ, മാർക്സിസം എന്ന് വേണമെങ്കിൽ പറയാം, മാർക്സിസങ്ങളെ മുഴുവനായിട്ട് അവരുടെ പ്രതിനിധികളെല്ലാം കൂടി അതിനകത്ത് രംഗപ്രവേശം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ വാദിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 80കളുടെ മധ്യമാവുന്നതോടുകൂടി കേരളത്തിലെ മാർക്സിസ്റ്റ് ചിന്തയ്ക്കകത്ത് അനൗപചാരികമായ ഒരു ഐക്യസംഘം രൂപപ്പെടുന്നുണ്ട്, ഒരു അനൗപചാരികമായ മാർക്സിസ്റ്റ് കലാസംഘം. ഒരു നിലയിൽ 70കളിൽ തീവ്രമായ നിലയിൽ തർക്കത്തിലേർപ്പെട്ടവരാണ് രാജീവനും അല്ലെങ്കിൽ EMS അടങ്ങുന്ന സാമ്പ്രദായിക മാർക്സിസ്റ്റുകളും. EMSനെതിരെ ശക്തമായ നിലയിലുള്ള വിമർശനം ബി രാജീവൻ ഉന്നയിക്കുന്നത് നമുക്ക് കാണാം. പക്ഷെ 80കളുടെ മധ്യ എത്തുമ്പോഴേക്കും ഇവർ തമ്മിലുള്ള ഒരു ഐക്യം രൂപപ്പെട്ടു വരുന്നുണ്ട്. അത് പല നിലയിൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ 91 രാജീവന്റെ ജനനിബിഡമായ ദന്തഗോപുരം എന്നുള്ള പുസ്തകം വരുന്നു. PG ആണ് അതിന് അവതാരിക എഴുതുന്നത്. ആ വർഷം തന്നെ EMSന്റെ കലാസാഹിത്യ സംബന്ധിയായ ലേഖനങ്ങൾ സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിക്കുന്നു. സച്ചിദാനന്ദനാണ് അതിന് പഠനം എഴുതുന്നത്. ഇത് 10 വർഷം മുമ്പ് ആലോചിക്കാൻ പറ്റുമായിരുന്നില്ല. 10 വർഷം മുമ്പ് തീവ്രമായ നിലയിലുള്ള പരസ്പര വിമർശനങ്ങളിലേക്കോ പരസ്പരം കയ്യൊഴിയലിലേക്കോ നിന്നിരുന്ന രണ്ട് മാർക്സിസ്റ്റ് ഗ്രൂപ്പുകളാണ് 80കളുടെ മധ്യത്തോടു കൂടിയിട്ട് അവർ തമ്മിലുള്ള ഒരു ഐക്യം രൂപപ്പെട്ടു വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഐക്യത്തിന്റെ ഭാഗമായിട്ടാണ് കലാവിമർശം മാർക്സിസ്റ്റ് മാനദണ്ഡം എന്നുള്ള പുസ്തകം പുറത്തു വരുന്നത്. അതിലെ ആമുഖത്തിൽ ഒരു വാചകം മാത്രം വായിച്ചിട്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. അത് രവീന്ദ്രൻ പറയുന്നതാണ്: രാഷ്ട്രീയ പീഡനത്തിന് പല രൂപങ്ങളും പ്രയോഗ തലങ്ങളുമുണ്ട്. പോലീസ് ലാത്തിയുടെയോ വെടിയുണ്ടകളുടെയോ മതഭ്രാന്തിന്റെ വെട്ടുകത്തികളുടെയോ രൂപങ്ങളിൽ മാത്രമല്ല അവ പ്രവർത്തിക്കുന്നത്. പലപ്പോഴും വർത്തമാന പത്രങ്ങളുടെയും കലാസൃഷ്ടികളുടെയും മതപ്രഭാഷണങ്ങളുടെയും ഭാഷാശൈലിയുടെ തന്നെയും രൂപങ്ങളിലാവും സമൂഹത്തിന്റെ കോശങ്ങൾ കയ്യേറ്റം ചെയ്യുന്നത്. രൂപങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമാവാമെങ്കിലും അധീശവർഗത്തിന്റെ അധികാര സംരക്ഷണ ദൗത്യത്തിൽ അവ ഭിന്നോന്മുഖങ്ങളല്ല, അന്യോന്യം നികത്തി നിശ്ചിതമാക്കപ്പെടുന്ന ഒരു പ്രത്യാക്രമണ പ്രവർത്തനത്തിന്റെ സംയുക്ത പ്രകൃതമാണ് അവയ്ക്കുള്ളത് എന്ന പുതിയൊരു രാഷ്ട്രീയ വീക്ഷണത്തിലേക്ക് ഈ പുസ്തകത്തോടുകൂടി മലയാളത്തിന്റെ സാഹിത്യ ചിന്ത വലിയ നിലയിൽ മാറ്റം വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഗ്രൂപ്പിനും
പുസ്തകത്തിനും പല പരിമിതികളും ഉണ്ടായിരുന്നു എന്നതും സംശയരഹിതമാണ്. നേരത്തെ പറഞ്ഞതുപോലെ സജീവ് മാഷ് പറഞ്ഞ പോലെ ഒരു സ്ത്രീയുടെ അസാന്നിധ്യം മുതൽ അഡോണയിൽ അമിതമായ ഊന്നൽ, അൽത്യൂസറെ കുറിച്ചുള്ള ഭാഗിക നിശബ്ദത, ഇങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ആ പുസ്തകത്തോട് വിമർശനങ്ങൾ ഉന്നയിക്കാമെങ്കിലും ആ പുസ്തകം എത്തുന്നതോടുകൂടി കേരളത്തിൽ സംഭവിക്കുന്നത് സാമ്പ്രദായികമായ മാർക്സിസ്റ്റ് കലാചിന്തയും നവമാർക്സിസ്റ്റുകളിലൂടെ രംഗപ്രവേശം ചെയ്ത കലാചിന്തയും തമ്മിലുള്ള ഒരു കൊളാബറേഷനാണ്. ഈ കൊളാബറേഷൻ്റെ തുടർച്ചയിലാണ് നമ്മൾ സംസ്കാര പഠനം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പുതിയ ചിന്താപദ്ധതിയിലേക്ക് നമ്മൾ കടന്നത്. 83-ന് ശേഷം ആ ദിശയിലേക്കുള്ള ദ്രുതഗതിയിലുള്ള വികാസമാണ് മലയാള ചിന്താമണ്ഡലം കണ്ടത്. ഭിന്ന വ്യവഹാരങ്ങളിലെ സന്ദർഭത്തെ ഇണക്കി അനുഭൂതിയെ വിശദീകരിക്കാനുള്ള ശ്രമം നടക്കുക, അത് തന്നെ ആഴത്തിൽ രാഷ്ട്രീയമായി നിലയുറപ്പിക്കാൻ ശ്രമിക്കുക, തങ്ങളുടെ അന്വേഷണങ്ങൾക്ക്, ചിന്താപരമായ അന്വേഷണങ്ങൾക്ക് രാഷ്ട്രീയമായ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കുക. ഇങ്ങനെ 80-കൾ അവസാനത്തോടു കൂടിയിട്ട് ഞാനീ പറഞ്ഞ നിലയിൽ പുതുതായി രൂപപ്പെട്ടു വന്ന ഒരു മാർക്സിസ്റ്റ് വിശകലന സംഘത്തിൻ്റെ തുടർച്ചയിലാണ് കേരളത്തിൽ സംസ്കാര പഠനം രൂപപ്പെട്ടു വന്നത്. അത് രൂപപ്പെട്ടു വരാനുള്ള പ്രധാനപ്പെട്ട സന്നിഗ്ധതകളിലൊന്ന് ആധുനികതാവാദത്തെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാഹിത്യ ചിന്ത നടത്തിയ ചില അപര്യാപ്തതകൾ, സാഹിത്യ ചിന്തയുടെ ചില അപര്യാപ്തതകൾ ആയിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.